ഗീതാമൃതം. നമുക്കറിയാം, ധൃതരാഷ്ട്രർ ആദ്യം പറയുകയാണ് സഞ്ജയനോട്, സഞ്ജയൻ, എൻ്റെ പുത്രന്മാരും പാണ്ഡുവിൻ്റെ പുത്രന്മാരും യുദ്ധകളത്തിൽ യുദ്ധോത്സുകരായിട്ട് ഒത്തുകൂടി നിൽക്കുന്നു അല്ലേ? അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നിന്നാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. കാരണം എന്താ? യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ധൃതരാഷ്ട്രർ കൊട്ടാരത്തിലാണ്. സഞ്ജയൻ ധൃതരാഷ്ട്രരുടെ സാരഥിയും ആണ്. അന്നേരം അദ്ദേഹത്തിന് വ്യാസദേവൻ്റെ അനുഗ്രഹത്താൽ യുദ്ധകളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാനുള്ള കഴിവ് കിട്ടി. അദ്ദേഹം കാണുന്ന കാര്യങ്ങളാണ് ധൃതരാഷ്ട്രരോട് പറയുന്നത്. അതുതന്നെയാണ് മഹാഭാരതത്തിൽ എഴുതിയിരിക്കുന്നത്. അതാണ് നമുക്ക് ഭഗവത്ഗീതയായിട്ട് ലഭിക്കുന്നത്. അവിടെ എന്തോ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സഞ്ജയൻ പറഞ്ഞു, രാജാവേ, അവിടെ സൈന്യവ്യൂഹത്തെ കണ്ടിട്ട്, പാണ്ഡവ വ്യൂഹം കണ്ടിട്ട് അങ്ങയുടെ പുത്രനായ രാജാവ് ദുര്യോധനൻ നേരെ ദ്രോണാചാര്യരുടെ അടുത്ത് എന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? എൻ്റെ ആചാര്യ, നോക്കൂ, പാണ്ഡവ വ്യൂഹത്തെ കണ്ടില്ലേ? അങ്ങയുടെ വളരെ ബുദ്ധിമാനായിട്ടുള്ള ശിഷ്യൻ ദ്രുപദൻ റെഡിയാക്കിയിരിക്കുകയാണ് വ്യൂഹം. വല്ല ആവശ്യം ഉണ്ടായിരുന്നു പഠിപ്പിക്കേണ്ടത്? അങ്ങ് തന്നെ മേടിച്ചോ, കിട്ടാനുള്ള എല്ലാം മേടിച്ചോളാൻ. അങ്ങനെ കാരണം ഇദ്ദേഹം തന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തത്. എന്താണ്, എങ്ങനെ സൈന്യ വ്യൂഹം റെഡിയാക്കണമെന്ന് ദ്രുപദന് പറഞ്ഞു കൊടുത്തത്. ദ്രുപദ ശിഷ്യനായിട്ടുള്ള ആരാണ്? ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു കൊടുത്തത്. ആ പാണ്ഡവ വ്യൂഹത്തെ ഒന്ന് നോക്കൂ. അവിടെ വില്ലാളി വീരനായിട്ടുള്ള അർജുനും ഭീമസേനും ഒക്കെ ഉണ്ട്, യുയുധാനുണ്ട്, വിരാട രാജാവുണ്ട്, ദ്രുപദനുണ്ട്. അവരൊക്കെ നല്ല യോദ്ധാക്കളാണ്. അവിടെ വളരെ വീരസാഹസകൃത്യങ്ങൾ ചെയ്യുന്ന ദൃഷ്ടകേതു, ചൈകിതാൻ, കാശിരാജ്, പുരുജിത്, കുന്തി, ഭോജ, ശൈബ്യ, ഇങ്ങനെ ഒരുപാട് പേരുണ്ട് അവിടെ. അവിടെ യുധാമന്യു, ഉത്തമൗജൻ, സുഭദ്രാപുത്രന്മാർ. ആരാണ്? അഭിമന്യു, സുഭദ്രാപുത്രൻ അഭിമന്യു. സൗഭദ്രേയൻ, ദ്രൗപദി പുത്രന്മാർ. ഇവരെല്ലാം മഹാരഥിമാരാണ്. അവരെല്ലാം അവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. പക്ഷേ അവർ ശക്തരാണെങ്കിൽ നമ്മൾ നിസ്സാരമൊന്നുമല്ല. നമ്മൾ അതിൽ നിന്നും ശ്രേഷ്ഠരാണ്. ആരൊക്കെയാണ്? ഞാൻ ഇനി നമ്മുടെ മഹാരാധികളെ പരിചയപ്പെടുത്തട്ടെ അങ്ങേക്ക്. ഇത് ദ്രോണാചാര്യക്ക് അറിയത്തില്ല. ദ്രോണാചാര്യർ ഭീഷ്മർ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന ആളാണ് ദ്രോണാചാര്യർ. ദ്രോണാചാര്യരുടെ ശിഷ്യരാണ് മിക്ക ആൾക്കാരും. പക്ഷേ ഇത് ഒരു സ്റ്റൈൽ ആരുടെ? ദുര്യോധൻ്റെ. ഏറ്റവും വലിയ യോദ്ധാവായ അങ്ങ് തന്നെയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അങ്ങ് ഒറ്റയ്ക്ക് മതി ഇവരെയൊക്കെ തീർക്കാൻ. പിന്നെ ഭീഷ്മരുണ്ട്, കർണനുണ്ട്, കൃപാചാര്യൻ, ഇവരെല്ലാവരും ഉണ്ട്. പിന്നെ അശ്വത്ഥാമയുണ്ട്, വികർണനുണ്ട്, സോമദത്തനുണ്ട്, സോമദത്തൻ്റെ പുത്രൻ ഭൂരിശ്രവ ഉണ്ട്. ഇവരെല്ലാം എപ്പോഴും യുദ്ധത്തിൽ തോറ്റ ചരിത്രമേ ഇല്ല. ഇതുകൂടാതെ ഒരുപാട്, അവരുടെയൊക്കെ പേര് എടുക്കാൻ പോലും എനിക്ക് പറ്റില്ല. അത്രയ്ക്ക് വീരശൂര പരാക്രമികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എനിക്ക് വേണ്ടി ജീവൻ കളയാൻ അവർ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവരെല്ലാം വളരെ ശക്തമായിട്ടുള്ള അസ്ത്രശസ്ത്രങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അവരെല്ലാം യുദ്ധകലകളിൽ നൈപുണ്യം നേടിയവരാണെന്ന് പറഞ്ഞു. ഭീഷ്മരുടെ സംരക്ഷണത്തിൽ, ഭീഷ്മരാണ് നമ്മുടെ സേനാപതി, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിലായതുകൊണ്ട് നമ്മുടെ ബലം നമുക്ക് അളക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് ശക്തമാണ് നമ്മുടെ സൈന്യം. പക്ഷെ പര്യാപ്തം ത്വം ഇദം ഏതേഷാം, അവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ അത്ര പോരാ. എന്തുകൊണ്ട്? ഭീമനാണേ അവിടുത്തെ സൈന്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അന്നേരം ഭീമൻ്റെ നേതൃത്വത്തിൽ എന്ത് നടക്കാനാണ് അവിടെ? നമ്മുടെ സൈന്യ സംരക്ഷണം സുരക്ഷിതമാണ്. എന്തുകൊണ്ട്? ഭീഷ്മർ സ്വയമാണ് ഇതെല്ലാം നോക്കുന്നത്. നമ്മുടെ സേനാപതിയായിട്ട് ഭീഷ്മർ നിൽക്കുകയാണ്. അയനേഷു ച സർവേഷു യഥാഭാഗം. അതായത് ആദ്യം ദുര്യോധനൻ എന്താ വന്ന് പറഞ്ഞത്? അങ്ങയുടെ ശിഷ്യനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നൻ കണ്ടോ, റെഡിയാക്കിയത് കണ്ടോ? വല്ല ആവശ്യം ഉണ്ടായിരുന്നു പറഞ്ഞു കൊടുക്കേണ്ടത്. എന്നിട്ട് അതിനെ ലെവൽ ചെയ്യാൻ വേണ്ടി പിന്നെ പറഞ്ഞു, അതത്ര പോരാ കേട്ടോ, അത്രയൊന്നും കുഴപ്പമില്ല. നമ്മളെ സംബന്ധിച്ചുള്ള ഇവരൊന്നും നിസ്സാരമാണ്, ഇവരൊക്കെ ചില്ലർ കേസുകളാണ്. നമ്മളൊക്കെ വലിയ പവർഫുള്ളാണ്. കാരണം എന്താണ്? ഭീഷ്മരാണ് നമ്മുടെ സേനാപതി. അന്നേരം ഒരു സൈഡിൽ കൂടെ പൊക്കുന്നുണ്ട്, താങ്ങുന്നുണ്ട്, രണ്ടും ഒരേ സമയത്ത്. ഇതാണ് പൊളിറ്റിക്സ്. എന്നിട്ട് പറഞ്ഞു, ഭീഷ്മർ ഒറ്റയ്ക്കല്ല കേട്ടോ, നിങ്ങളെല്ലാവരും കൂട്ടി നിൽക്കണം. കാരണം ഭീഷ്മരെ മാത്രം പൊക്കി കഴിഞ്ഞാൽ ഈ ഭീഷ്മർ കൂറുമാറിയാലോ, പാർട്ടി മാറിക്കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് കൂട്ടത്തിലുള്ള എല്ലാവരെയും വോട്ട് പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, എല്ലാവരും നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് ഭീഷ്മരെ രക്ഷിക്കണം. ഭീഷ്മർ ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പം കുറച്ചു മുന്നേ പറഞ്ഞു ഭീഷ്മർ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞു. ഭീഷ്മർ ഉണ്ടായതുകൊണ്ട് നമ്മൾ സുരക്ഷിതരാണ്. ഇതാണ് പൊതുവെ പറയുന്നത്. രാഷ്ട്രീയക്കാരെ ഒരിക്കലും വിശ്വസിക്കരുതാണ്. പാർട്ടിക്കെതിരെയല്ല ഞാൻ പറയുന്നത്, പക്ഷേ മനുഷ്യ സമൂഹത്തിലും പാർട്ടിക്കാരുണ്ടെന്നുള്ള, രാഷ്ട്രീയക്കാരുണ്ടല്ലോ. ഒരു പാർട്ടിയിൽ നിന്നാൽ മാത്രമേ ഒരാൾ രാഷ്ട്രീയക്കാരനാവൂ എന്നില്ല. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, താൽക്കാലികമായിട്ടുള്ള ലാഭത്തിന് വേണ്ടി എന്തും പറയുന്ന ആൾക്കാർ, എന്തും ചെയ്യുന്ന ആൾക്കാരാണ് രാഷ്ട്രീയക്കാർ.
രാഷ്ട്രീയക്കാരല്ല, രാഷ്ട്രീയ പൊളിട്രിക്സ് ഉള്ള ആൾക്കാർ. അവരൊരു പാർട്ടിക്കകത്ത് നിന്നാലേ അവർ രാഷ്ട്രീയക്കാരോ ആവൂ എന്നില്ല. ഒരു വ്യക്തി പൊളിറ്റീഷ്യൻ ആവുന്നത് ഒരു പാർട്ടിയുടെ കീഴിൽ നിൽക്കുമ്പോൾ മാത്രമല്ല. ചില ആൾക്കാർ ഞാൻ പൊളിറ്റിക്സിലൊന്നുമില്ല, ഞാൻ ഒരു പാർട്ടിയുടെ വക്താവല്ല, ഒരു അനുയായിയുമല്ല. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നമ്മൾ പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ലാഭത്തിന് വേണ്ടിയോ നമ്മുടെ കുടുംബത്തിൻ്റെ ലാഭത്തിന് വേണ്ടിയോ എന്തിനു വേണ്ടിയാണെങ്കിലും ഭൗതിക ലാഭത്തിന് വേണ്ടി മാറ്റി പറയുന്ന ആൾക്കാർ, താൽക്കാലിക ലാഭത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂറുമാറുന്ന ആൾക്കാർ, ഇന്ന് പറയും നാളെ പിന്നെ വേറെ എന്തെങ്കിലും പറയും, അവരെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഇല്ലാത്ത ആൾക്കാരാണ്. ഒരു നാണം കെട്ട ജീവിതമാണ് സത്യം പറഞ്ഞ അവരുടെ.